ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. 2026 നല്ലതാവട്ടെ ആദ്യമേ തന്നെ വിഷ് ചെയ്യുന്നു. നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വന്നതാണ്. കറങ്ങാനല്ല, ജസ്റ്റ് ഇവിടെ കണ്ടോ ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. സോ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടാന്ന് കരുതി വന്നതാണ്. പക്ഷേ വീഡിയോ കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഇങ്ങോട്ട് നടക്കാമെന്ന്. ഇതുവഴി മീനൊക്കെ വരുന്നതാണ്, പക്ഷേ ഇപ്പം മീനൊന്നും വരുന്നില്ല. അപ്പം നെക്സ്റ്റ് പരിപാടി ഞാൻ ചിക്കൻ ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്, പാലപ്പം ആൻഡ് ചിക്കൻ കറി. ആക്ച്വലി ഞാൻ ഇത്രയും പാലപ്പമൊന്നും തിന്നാറില്ല. പാലപ്പം നല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തിന്നുന്ന ബുദ്ധിമുട്ടിയാണ്. ബട്ട് ഇല്ല, നമ്മൾ കഴിക്കണം എന്ന് എനിക്ക് ഇന്നോട്ട് ബോധം വന്നു. അങ്ങനെ ഞാൻ ഒരുവിധം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ നമ്മളിങ്ങനെ കൊച്ചിലെ മീൻസ് പഠിക്കുമ്പം തൊട്ട് ഇങ്ങനെ ട്യൂഷനൊക്കെ പോകുമ്പം ഫുഡ് കഴിക്കാതെ സ്കിപ്പ് ചെയ്ത് ഇപ്പം രാവിലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മാറ്റിയെടുക്കണം. ഞാൻ ട്രൈ ചെയ്യാറില്ല, അതൊരു നല്ല ശീലമല്ല. പക്ഷെ അല്ലാത്ത പോലെ ഞാൻ നല്ലപോലെ കഴിക്കും. പക്ഷെ ഒന്നും ശരീരത്തിൽ കാണാതില്ല, എന്ത് ചെയ്യാനാണ്. നമ്മൾ ഈ വണ്ണം ഇല്ലാത്തവർ വണ്ണം വെക്കാൻ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ വണ്ണം ഉള്ളവർ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോരെ, വണ്ണം വെക്കുമല്ലോ എന്ന് പറയും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് കൂടുതൽ കഴിച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന പോലൊക്കെ തോന്നും. കുറേ ബോഡി ഷേമിങ്ങിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. എന്താണ് മെയിനായിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാറില്ലേ, ഇപ്പം പറന്നു പോകുമല്ലോ, കാറ്റടിച്ച് പറന്നു പോകുമല്ലോ, ഈർക്കിൽ കുല്ലി പോലെയാണ് ഇരിക്കുന്നത്, അങ്ങനെ കുറേ ആക്ച്വലി ആദ്യമൊക്കെ നമ്മളത് ഓക്കെ ഇങ്ങനെ ചിരിച്ചിടും. പിന്നെ നമുക്ക് ഫീലാവും. പക്ഷേ നമ്മളത് കാണിക്കില്ല, ചിരിച്ചങ്ങ് പറഞ്ഞു വിടും. എന്തെങ്കിലും ആവട്ടെ, അവർക്ക് അതുകൊണ്ടൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. പിന്നെ 2026 എന്താണ് പ്ലാൻ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ? ഞാനങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല. കാരണം എടുത്താലും നമ്മളത് ഫോളോ ചെയ്യാറില്ല. ആദ്യത്തെ 2 ദിവസത്തെ പരിപാടിയേ കാണത്തുള്ളൂ. പക്ഷേ ഈ വട്ടം ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന്. യൂട്യൂബിൽ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നടക്കുമെന്നറിയില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ തൊട്ടും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു നല്ല ലെവൽ മീൻസ് കുറച്ച് റീച്ചൊക്കെ കിട്ടിയേനെ. ഞാനൊരു 3-4 വർഷം മുന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. പക്ഷേ എന്നെ അറിയുന്നവർക്കൊക്കെ ഇപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അറിയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതിന് മുന്നേ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു വെച്ചാൽ തുടക്കത്തിൽ കുറച്ച് നാൾ വീഡിയോസ് ഇട്ടു, പിന്നെ നിർത്തി. പിന്നെ വല്ലപ്പോഴും 1-2 വീഡിയോ ഒക്കെ ഇടും, പിന്നെ നിർത്തി. പിന്നെ ഈ ഒരു 2025 ഒരു ജൂൺ ജൂലൈ ആ ടൈമിലാണ് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അതും ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇട്ടില്ല, ഇടയ്ക്ക് സ്കിപ്പാവും അങ്ങനെയൊക്കെ. പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം തുടങ്ങുന്ന ടൈമില്ലേ ഫേസ് ഒന്നും കാണിക്കാതായിരുന്നു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തപ്പം ഇപ്പം എല്ലാവർക്കും കിട്ടി. ഇത് വീണ്ടും ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ ആരും കാണരുതേ എന്നുള്ളൊരു ഇതിലാണ് തുടങ്ങിയതെങ്കിലും പക്ഷേ ഇപ്പം നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സാരമില്ല, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ആര് കണ്ടാലും നോ ഇഷ്യൂ എന്നൊരു മെൻറ്റാലിറ്റി ആയി തുടങ്ങി. പിന്നെ ആവശ്യത്തിലധികം കളിയാക്കലിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞു. ആദ്യമേ നമുക്കങ്ങനെ ആർക്ക് തുടങ്ങിയാലും ആദ്യമേ ഇങ്ങനെ കുറച്ച് ഊക്കലുകൾ കിട്ടും, പിന്നെ അത് ശീലമായിക്കോളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്നും ഞാൻ തന്നെ ശരിക്കും കാണാറില്ല. എനിക്ക് തന്നെ ഫീലാവും ഇച്ചിരി ക്രിഞ്ചാണോ അതോ കോമഡി ഉണ്ടോ. കോമഡിയാണ്, അതെനിക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇടുന്ന വീഡിയോ പിന്നെ അങ്ങോട്ട് കാണാനൊരു ശക്തി എനിക്ക് ഇതുവരെയായിട്ടും ഇല്ല. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യമൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു, ഇപ്പം പക്ഷേ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. ആദ്യമൊക്കെ നല്ല ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്ന പോലെ, കാരണം നമുക്ക് അത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വോയിസ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. ക്രിഞ്ചാണോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് ഉണ്ട്. സോ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള എൻ്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഉണക്കാനിട്ടണം ഗൈസ്. ഞാൻ വിചാരിച്ചു ഈ തേങ്ങയെല്ലാം ഇളക്കിയിടാം, അപ്പം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് വെയിറ്റ് കുറയും. എല്ലാം ഇളക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് കട്ടിയാണ്. കൈ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പം. ഇങ്ങനെ കിട്ടും. സോ ഇത് മാത്രം കൊണ്ടുവച്ചാൽ മതി. ഇതുപോലെ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു ടൈം ആവുമായിരിക്കും. ഇത് ഭയങ്കര സൂക്ഷിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പം എങ്ങാനും പിച്ചാത്തി മാറിപ്പോയാൽ കൈ മുറിയും. ഓക്കെ, അപ്പം ഞാൻ എല്ലാം അങ്ങനെ ആക്കട്ടെ. അങ്ങനെ ഒരുവിധം ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇത്രയും ഉണ്ട്, ഇതിന് ഏത് കാലത്താവും. ഇപ്പം വെയിൽ വന്നു,
ഇനി ഞാനിതെല്ലാം ചെയ്തൊരു മിക്കവാറും ഉച്ചയാവും. എന്തായാലും ഇത് കൊണ്ടുപോയിട്ടിട്ട് ബാക്കി ചെയ്യാം. ഇനി ഇത്രയുണ്ട് ഗൈസ്. ആക്ച്വലി അത് ഇച്ചിരി ടാസ്ക്കാണ് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ഇന്ന് വെയിലത്തിട്ടിട്ട് വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ഞാൻ എടുത്തത്. അതുകൊണ്ട് കൈയെല്ലാം ചുമന്ന് സാരില്ല. അങ്ങനെ ആ പണി കഴിഞ്ഞിരിക്കാം. ടയേർഡ്. കുറേ നാൾ പണി ചെയ്തിട്ടായിരിക്കും എൻ്റെ അമ്മ ഇന്ന് പറയും എന്നും ജനുവരി 1 ആയിരുന്നെങ്കിലും മിക്കവാറും. ഇനി കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ് കഴിക്കാം ഗൈസ്. പ്രോട്ടീൻ. ലഞ്ച് ടൈമാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എന്തോ ഒരു കറിയാണ്. രസമാണോ പരിപ്പ് കറിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തോ ഒരു സാധനം പോലെ ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറി. ഞാൻ എന്തായാലും കഴിച്ച് നോക്കട്ടെ. എന്തെങ്കിലും പറ്റിയാൽ പിന്നെ വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. വലിയ ടേസ്റ്റൊന്നും ഇല്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എന്തോ പക്ഷെ ഞാൻ തന്നെ കൂട്ടി തീർക്കണം. എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസ് ആണ്. അതെ, എന്താണ് കാണിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കഷ്ടപ്പാടാണ്. അതെ മാത്സിന്റെ കഷ്ടപ്പാടാണ്. ഇന്റഗ്രേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്യും. അത്ര നല്ല കഷ്ടപ്പാടാണ് അവര്. ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് സെക്ഷനാണ് ഗൈസ്. ഞാൻ ചൂണ്ടയിടാൻ വന്നതാണ്. ഞാൻ വന്നപ്പം തന്നെ ഒരു വലിയ വരാൽ ഇതുവഴി ഓടിപ്പോയി. ഞാൻ എറിഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോന്ന്. എന്നാൽ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇന്നത്തെ ചൂണ്ടയിടയിൽ കഴിഞ്ഞിട്ട് ഇന്നും ഒന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ. ബൈ.